ഈ സമ്മേളനങ്ങളിൽ സാധാരണ പ്രത്യയശാസ്ത്രം, സംഘടനാ പ്രശ്നങ്ങളൊക്കെയാണ് പ്രമുഖ ചർച്ചയാകുന്നത്. പക്ഷെ ഇവിടെ കേൾക്കുന്നില്ല വികസനമാണ്, വികസന രേഖകൾ. എങ്ങനെയാണ് CPM അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരുന്നത്? വികസനത്തിന് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലേ വികസനം നടക്കുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സമീപകാല രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരു തുടർഭരണം കിട്ടിയിരിക്കുകയാണ്. ആ തുടർഭരണത്തിന് ഒരു തുടർഭരണം ഉറപ്പാക്കാൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവശേഷിക്കുന്ന മാസങ്ങളിൽ എന്തെല്ലാം പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയും. പിന്നെ തുടർഭരണത്തിനൊരു തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ അന്നേരം ആലോചിച്ചാൽ പോരാ എന്തൊക്കെ ചെയ്യണമെന്ന്, അത് മുൻകൂട്ടി ആലോചിക്കണം. 1957 EMS ഗവൺമെന്റ് വരുന്നതിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് 1956 തൃശൂരിൽ വെച്ചൊരു സമ്മേളനം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ചർച്ചകൾ നടത്തിയത്. അപ്പോൾ ഇത് പുതിയൊരു കാര്യമല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി AKG പഠന ഗവേഷണ കേന്ദ്രം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും കൈവരിക്കേണ്ട നേട്ടങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യും. താങ്കൾ പറഞ്ഞത് വലിയൊരു തുടർഭരണം വരികയാണെങ്കിൽ, പക്ഷേ ബാക്കിയുള്ള CPM നേതാക്കൾ ഒരു ഭൂരിഭാഷ നേതാക്കളും പറയുന്നത് തുടർഭരണം ഉറപ്പെന്നുള്ളത് അത് ഒരു അമിത ആത്മവിശ്വാസമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് തുടർഭരണം വരണം എന്നുള്ള കാര്യം, അതോ വരാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പൊ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾ അത്തരത്തിൽ ചിന്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭരണം വേണമെന്ന തരത്തിൽ ചിന്തിക്കും. എന്നാൽ ആ ചിന്ത ഉറപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് നടത്താൻ തുടർഭരണം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നത് മൗഢ്യമാണ്. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. MA ബേബിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ബേബിക്ക് പാർട്ടി നേതാക്കളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായമെന്നല്ല, പക്ഷേ ബേബി ഒന്നുകൂടി കൃത്യമായി പ്രവർത്തിക്കണം, അത് ഉറപ്പ് എന്ന തരത്തിൽ നടത്തുന്ന പ്രസ്താവനകളിൽ നിന്നും ഭിന്ന അഭിപ്രായം MA ബേബി പ്രകടമാക്കുന്നു. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ആദ്യം നമുക്ക് സംഘടന നടപടികളിലേക്ക് വരുന്നതിന് മുമ്പ് MA ബേബി അരുണിനോട് പറഞ്ഞ വാക്കുകളിൽ ഇന്നലെ TP രാമകൃഷ്ണൻ അടക്കമുള്ളവർ പറയുന്ന തുടർഭരണം മൂന്നാം പിണറായി സർക്കാർ ഉറപ്പാണ് എന്ന തരത്തിലാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പ്രസ്താവന നടത്തിയത്. പക്ഷേ അതിൽ നിന്ന് ഭിന്നമാണ് ബേബിയുടെ വാക്കുകൾ. ഇത് CPM-ൽ ചർച്ച നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു സൂചകമായിട്ട് കാണേണ്ടതുണ്ടോ ബേബിയുടെ വാക്കുകളിൽ? അനാവശ്യ പ്രസ്താവനകളിലേക്ക് നേതാക്കൾ കടന്നു എന്നൊരു വിമർശനം നേതാക്കൾക്കിടയിൽ പൊതുവിലുണ്ടോ? തീർച്ചയായിട്ടും MA ബേബിയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുന്നറിയിപ്പ് നിലയിലാണ് CPM നേതാക്കൾക്ക്, അതായത് തുടർഭരണം ഉറപ്പാണ് എന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളായ ഒരു ബോധപൂർവമായ ക്യാമ്പയിൻ രീതിയിലാണ് CPM നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്. നിയമസഭയിൽ KN ബാലഗോപാൽ, പിന്നീട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതിനുശേഷം മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ, ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശാമ ലേഖനത്തിൽ പോലും വികസന തുടർച്ചയുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നു. അവിടെയാണ് MA ബേബിയുടെ വാക്കുകൾ വ്യത്യസ്തമാകുന്നത്. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. ജനങ്ങൾ തീരുമാനമെടുക്കാനിരിക്കുന്ന ഒരു വിഷയമാണ് തുടർഭരണം എന്നുള്ളത്. അതിലേക്ക് എങ്ങനെ എത്താമെന്ന കാര്യമാണ് CPM ചിന്തിക്കേണ്ടത്. അതിനു പകരം തുടർഭരണം ഉറപ്പെന്ന തരത്തിലുള്ള പ്രചരണം മൗഢ്യമാണ് എന്നാണ് MA ബേബി പറയുന്നത്. അതായത് അതിലൊരു അപകടം പതിയിരിക്കുന്നുണ്ട്, ഒരു അമിതാത്മവിശ്വാസത്തിന്റെ ലക്ഷണങ്ങൾ അവിടെയുണ്ട്. അത് അപകടമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ MA ബേബി. ഏറ്റവും പ്രധാനം ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ മറ്റെല്ലാ അജണ്ടകളും, പ്രത്യയശാസ്ത്ര തർക്കവിതർക്കങ്ങൾ, സംഘടനാ പ്രശ്നങ്ങൾ, സംഘടനാ ചർച്ചകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ സമ്മേളനം ആരംഭിക്കുമ്പോൾ മുമ്പ് തന്നെ വികസനം എന്നത് പ്രധാന അജണ്ടയായി മാറുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നവകേരളത്തിനുള്ള പാത എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വികസന രേഖ എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ച് 2ാം പതിപ്പ് അവതരിപ്പിക്കുന്നു. അത് തുടർഭരണം ഉറപ്പിച്ചാണ്, തുടർഭരണം ലക്ഷ്യമിട്ടാണ്. തുടർഭരണം വരുമ്പോൾ അടുത്ത 5 വർഷത്തെ വരുമ്പോൾ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന ദിശാസൂചികയാണ് CPM ആ രേഖയെ കാണുന്നത്. അപ്പോൾ രേഖയൊക്കെ നല്ലതാണ്. 56-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തൊട്ടുമുമ്പ്, ഒരു വർഷം മുമ്പ് പാലക്കാട് ഇത്തരത്തിൽ കേരളം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യം അന്ന് ചർച്ച ചെയ്തിരുന്നു. അത്തരം ചർച്ചകൾ നല്ലതാണ്. ഭരണം കിട്ടിയ ശേഷമല്ല അതിലേക്ക് പോകേണ്ടത്. പക്ഷേ അങ്ങനെ അത് ഭരണം ഉറപ്പിക്കലാകരുത്
അത് അവിടെ ഒരു അമിത ആത്മവിശ്വാസമാകരുത് എന്നൊരു സന്ദേശം, ഒരു നിർദ്ദേശമാണ് പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി നൽകുന്നത്. സ്വാഭാവികമായും ഒരു ദിവസം ഈ ചർച്ചകൾക്കായി ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാഷ്ട്രീയ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വികസന രേഖ അവതരിപ്പിക്കും. മറ്റന്നാൾ ഒരു ദിവസം മുഴുവൻ ഈ രേഖയിന്മേൽ ചർച്ചയുണ്ടാകും. പ്രതിനിധി സമ്മേളനത്തിൽ രാഷ്ട്രീയ സംഘടന റിപ്പോർട്ട് ചർച്ച ചെയ്യും പോലെ തന്നെ പ്രതിനിധികൾ ഒരു ദിവസമെടുത്ത് ഗ്രൂപ്പ് ചർച്ചയും അതിനുശേഷം ഈ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം ഈ എല്ലാ ജില്ലയിലെ പ്രതിനിധികൾക്കും ഈ വികസന രേഖയിൽ ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. ആ ചർച്ച ഒരുപക്ഷെ ബേബിയുടെ അഭിപ്രായങ്ങൾ കൂടി ഉയർന്നു വന്നേക്കാം. അതൊരു ഒറ്റപ്പെട്ട അഭിപ്രായമായി മാറില്ല എന്നാണ് പൊതുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഒരു കൃത്യമായ സന്ദേശം CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഈ സമ്മേളനം ആരംഭിക്കുന്ന തൊട്ടു മുമ്പ് നൽകുകയാണ്. ഭരണം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നത്, ജനങ്ങൾ ഭരണം വീണ്ടും നൽകിക്കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ അത് മൌഢ്യമായി മാറുമെന്നൊരു സന്ദേശമാണ് ബേബി നൽകുന്നത്. സ്വാഭാവികമായും സമ്മേളനത്തിലെ ചർച്ചകളെയും അത് സ്വാധീനിച്ചേക്കാം. അതുകൂടി ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമായി കൂടി ഇതിനെ കാണണം. അരുൺ, ഒരു കാര്യം കൂടി, ഈ MV ഗോവിന്ദൻ ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലും പിന്നീട് മാധ്യമങ്ങളോട് പൊതുവിലുമൊക്കെ അദ്ദേഹം പറയുന്ന വാക്കുകളിലൊന്നാണ് തുടർ ഭരണം ഉറപ്പെന്ന പ്രസ്താവനയാണ് അദ്ദേഹത്തിൽ നിന്നും വരുന്നത്. സ്വാഭാവികമായും സംഘടനാ റിപ്പോർട്ടിലും അത് ഉള്ളടക്കമായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഉള്ളടക്കം സമ്മേളനത്തിൽ ഒരു ചർച്ചയായി തന്നെ മാറാം. ഇപ്പോൾ MA ബേബി നമുക്കറിയാം, അദ്ദേഹം കേരള നേതാവാണെങ്കിൽ കൂടിയും PIBയുടെ പ്രതിനിധിയാണ്, കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്നയാളാണ്. അങ്ങനെയെങ്കിൽ കേരള നേതാക്കൾ ഒരു അനാവശ്യ കോൺഫിഡൻസ് കാട്ടുന്നു എന്നൊരു വിലയിരുത്തലിലേക്ക് ആ തരത്തിൽ പോകുമോ? കേരളത്തിൽ ഒരുപക്ഷെ ഒരു ഭിന്നാഭിപ്രായം കേരള നേതാക്കൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ടോ? അതിനപ്പുറം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായിരിക്കുന്ന നേതാക്കൾ സമ്മേളനത്തിൽ അത്തരം അഭിപ്രായങ്ങൾ പറയാൻ അങ്ങനെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സജിത്ത്, MA ബേബി പൊളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ അടുത്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുന്ന പേരുകാരിൽ പ്രധാനിയാണ്. മണിക് സർക്കാർ ഒരുപക്ഷെ CPMന്റെ ജനറൽ സെക്രട്ടറി ആയേക്കാം, അല്ലെങ്കിൽ അടുത്ത പേരായി പരിഗണിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിന് തുല്യ പേരായി പരിഗണിക്കപ്പെടുന്ന കേരള ഘടകത്തിന്റെ തീരുമാനം അവിടെ വളരെ നിർണായകമായി മാറും. അപ്പോൾ MA ബേബിയെ കേരള ഘടകം മുന്നോട്ട് വെച്ചാൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി മാറാൻ പോകുന്നയാളാണ്, അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ളയാളാണ്. അത്തരമൊരു നേതാവാണ് ഈ ഒരു സന്ദേശം പാർട്ടിക്ക് സമ്മേളനം തൊട്ടു മുമ്പ് പ്രതികൾ കൂടി മനസ്സിലാക്കാൻ തരത്തിൽ നൽകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും അത്തരം ചർച്ചകൾ കൂടി ഈ സമ്മേളനം നടക്കണം. അല്ലാതെ വികസനം അനിവാര്യമാണ്, വികസനത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ അനിവാര്യമാണ്, ആ രേഖകൾ അനിവാര്യമാണ്. പക്ഷേ അതിലേക്ക് പോകുമ്പോൾ ഭരണം കിട്ടി എന്ന ഒരു മനോനിലയുമായി അത്തരമൊരു അമിത ആത്മവിശ്വാസവുമായി അല്ല പോകേണ്ടതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചർച്ചകളിൽ അത് പ്രതിഫലിക്കാൻ ഇടയുണ്ട്. പൊളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിക്ക് പകരം പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററാണ് പ്രകാശ് കാരാട്ട്. പക്ഷേ അദ്ദേഹം സംസാരിക്കുമ്പോഴും ഒക്കെ ഈ അഭിസംബോധിക്കുമ്പോഴൊക്കെ ഇത്തരം ഒരു സന്ദേശം വന്നേക്കാം. ഒരുപക്ഷെ ഇത് PBയുടെ തീരുമാനം തന്നെയാകാം. ഇത്തരത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു അമിത ആത്മവിശ്വാസം അപകടത്തിലേക്ക്, കുഴിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നതെന്ന സന്ദേശമായി കൂടി ബേബിയുടെ ഈ വാക്കുകളെ കാണേണ്ടതുണ്ട്. അതിന്റെ അതേ സ്പിരിറ്റിൽ സമ്മേളനം അത് ഉൾക്കൊള്ളുമോ? സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഈ വികസന രേഖയിൽ ചർച്ച നടത്തുന്ന പ്രതിനിധികൾ അതേ രീതിയിൽ ഈ ഒരു സന്ദേശം ഏറ്റുപിടിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വ്യവസായ മന്ത്രി കേന്ദ്ര കമ്മിറ്റി കൂടിയ P രാജീവ്, ധനമന്ത്രി KN ബാലഗോപാൽ, മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ, അല്പസമയം മുമ്പ് EP ജയരാജൻ തുടങ്ങി CPMന്റെ നേതൃത്വത്തിലെ പ്രധാനികളൊക്കെയും ഭരണം ഉറപ്പാണ്. അത് CPM ഉറപ്പിച്ചു പറയുന്നത് പോലെയല്ല അവരുടെ ഇതിനൊരു പ്രസന്റേഷൻ, അവരുടെ ക്യാമ്പയിൻ. അത് ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന്റെ സർവേയിൽ, ബേസിസിന്റെ സർവേയിൽ പോലും അതാണ് പ്രതിഫലിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടർഭരണമെന്ന ആത്മവിശ്വാസം നിറഞ്ഞ ഒരു നിലപാടിലേക്ക് CPM പോകുന്നത്. അവിടെയാണ് ഒരു ചെക്ക് MA ബേബി വെക്കുന്നത്. അങ്ങനെ തുടർഭരണം ഉറപ്പിക്കേണ്ടത് ജനങ്ങളാണ്, ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ തീരുമാനിക്കും മുമ്പ് അത് ഭരണം കിട്ടിയ തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് മൌഢ്യമാണ് എന്ന അപകട സൂചന നൽകുകയാണ് MA ബേബി ചെയ്യുന്നത്. അരുണ്, ബേബിയുടെ വാക്കുകൾ പൂർണ്ണമായും നേതാക്കളുടെ പ്രസ്താവനകൾ തള്ളിക്കളയുന്ന രീതിയിലൊന്നുമല്ല. അതായത് തുടർഭരണം കിട്ടുമെന്ന പ്രതീക്ഷ ബേബിയും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അമിത ആത്മവിശ്വാസ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അവിടെ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടോ അരുൺ? അതായത് അമിത ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ പ്രകടനം അത്ര കണ്ട് മികച്ചതാണ്, ഈ അവകാശപ്പെടുന്ന പോലെ മികച്ചതാണ് എന്ന് ചില നേതാക്കൾക്കെങ്കിലും അഭിപ്രായമില്ല. അത് സാധാരണ രീതിയിൽ തുറന്നു പറയേണ്ട വേദി പാർട്ടി സമ്മേളന വേദിയാണ്. അപ്പോൾ അത്തരം ചില ചർച്ചകൾ, അതായത് സർക്കാരിനെ വിമർശന വിധേയമായി കാണാൻ അത്തരം നിലപാടുകൾ ഉണ്ടാകും, അത്തരം തുറന്ന ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചന കൂടി ഈ വാക്കുകളിലൊക്കെ പ്രകടമാവുന്നുണ്ടോ?
സജിത്ത്, CPM-ന്റെ ഈ സമ്മേളന കാലയളവിൽ ബ്രാഞ്ച് സമ്മേളനം മുതൽ സർക്കാർ നിശ്ചിത വിമർശനം ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും ആദ്യ പിണറായി സർക്കാരുമായി 2016 മുതൽ 21 വരെയുള്ള പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്തായിരുന്നു പ്രധാന വിമർശനം. ആ സർക്കാരിന്റെ അത്രയ്ക്ക് ആ നിലവാരത്തിലേക്ക് ഈ സർക്കാർ ഉയരുന്നില്ല, പ്രതീക്ഷയ്ക്കൊത്ത് മന്ത്രിമാർ ഉയർന്നില്ല എന്ന അതിശക്തമായ വിമർശനം ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ജില്ലാ സമ്മേളനങ്ങൾ വരെ ഉയർന്നിരുന്നു. സ്വാഭാവികമായും അതിന്റെ ഒരു തുടർച്ച, അതിന്റെ ഒരു പ്രതിഫലനം സംസ്ഥാന സമ്മേളനത്തിലും ഉണ്ടാകും. എന്തുകൊണ്ട് ഈ സർക്കാരിനെ ആദ്യ പിണറായി സർക്കാരിനെ പോലെ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ വിമർശനാത്മകമായി കൂടിയുള്ള ചർച്ചകൾ ഇവിടെ ഉണ്ടാകും. മന്ത്രിമാരുടെ പ്രവർത്തനം സ്വാഭാവികമായി തന്നെ വിലയിരുത്തപ്പെടും. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ഉയർന്നു കേട്ട ഒരു പ്രധാന കാര്യം മുഖ്യമന്ത്രിയുടെ ശൈലിയായിരുന്നു. മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്നൊരു നിർദ്ദേശം. മുഖ്യമന്ത്രി മാറണമെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ഭരണപരമായ കുഴപ്പങ്ങളുണ്ടെന്നോ ആരും വിമർശിച്ചില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി ശൈലി മാറ്റണം, ആഭ്യന്തര വകുപ്പിന്റെ ഭരണത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ മുന്നോട്ട് പോക്കിൽ കൃത്യമായ ശ്രദ്ധ വേണമെന്ന വിമർശനം, നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് ഈ സമ്മേളനത്തിലും പ്രതിഫലിച്ചേക്കാം. ഒരുപക്ഷെ കീഴ്ഘടകങ്ങളിലുള്ള അത്ര ഒരു തീവ്രതയോടുകൂടി വിമർശനം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം മേൽഘടകങ്ങളിലെ നേതാക്കളാണ് പ്രതിനിധികളായി പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ആ രീതിയിലുള്ള ഒരു കടുത്ത വിമർശനത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം പ്രത്യേകം തന്നെ വിലയിരുത്തപ്പെടുകയും അതിന്റെ പാളിച്ചകളും അല്ലെങ്കിൽ അതിന്റെ മേന്മയും ഒക്കെ എടുത്തു പറയുകയും ചെയ്യും. പൊതുവിൽ ഭരണം അത്ര പോരാ, ആദ്യ സർക്കാരിന്റെ അത്ര ഭരണം പോരാ എന്നൊരു വിലയിരുത്തൽ CPM-നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ഒരുപക്ഷെ ഈ സമ്മേളനങ്ങളിലെ പ്രതികൾ മാത്രം പറയുന്നതല്ല, നേതാക്കൾക്കിടയിൽ തന്നെ അത്തരമൊരു അഭിപ്രായമുണ്ട്. പലരും ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെയും പല നേതാക്കളും അത്തരം വിമർശനങ്ങൾ നമ്മോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഈ ചർച്ചയിലും ഉണ്ടാകും. ആദ്യ പിണറായി സർക്കാരുമായാണ് താരതമ്യം, അതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് ചില കാരണങ്ങൾ, സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങളടക്കം സർക്കാർ കാണിക്കുന്നുണ്ട്. അവിടെ